ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പുതിയ കെട്ടിടം അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിൽ ബി ജെ പി പ്രവർത്തകർക്ക് നൽകിയ സന്ദേശമെന്നത് വലിയ തോതിൽ ഒത്തുപിടിച്ചാൽ 20% വോട്ട് ഷെയറിൻ്റെ കൂടെ 10% കൂടി വർധനവുണ്ടായാൽ അധികാരം വരെ പിടിച്ചെടുക്കാം എന്നുള്ള രീതിയിലുള്ള സന്ദേശമാണ് കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ഉണ്ടായിരുന്ന അക്കൗണ്ട് കൂടി കൃത്യമായി പൂട്ടിക്കെട്ടുകയാണ് ചെയ്തത്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിചാരിതമായി ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ കൂടി വോട്ട് നേടിക്കൊണ്ട് തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചു. ക്രിസ്ത്യാനികളുടെ കൃത്യമായ പിന്തുണയില്ലാതെ ബി ജെ പിക്ക് പല മേഖലയിലും വളരാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയാണ് ജോർജ് കുര്യനെ വരെ കേന്ദ്രമന്ത്രിയാക്കിയത്. കൃത്യമായി ബി ജെ പിയുടെ അജണ്ട എന്നത് കേരളത്തിൽ ക്രിസ്ത്യാനികളെ കൂടി ഒപ്പം കൂട്ടുക, അതിൻ്റെ ഭാഗമായി മുസ്ലിം വിരോധം ആളിക്കത്തിക്കുക, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. പി സി ജോർജും മകൻ ഷോൺ ജോർജുമൊക്കെ ബി ജെ പിക്ക് വേണ്ടി ആ പണി നന്നായി ചെയ്യുന്നുമുണ്ട്. എന്നാൽ പണി പാളിയത് ഇപ്പോൾ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾക്കെതിരെയുള്ള ബജരംഗ ദളിൻ്റെ അതിക്രമവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ബി ജെ പിയുടെ പോഷക സംഘടനയായിട്ടുള്ള ബജരംഗ ദളും അവരുടെ പ്രവർത്തകരും കന്യാസ്ത്രീകളെ വലിയ രീതിയിൽ അവർ മതം മാറ്റാൻ ബോധപൂർവം ശ്രമിക്കുകയാണ്. അവർ ബോധപൂർവമായി സ്ട്രാറ്റജിക്കലായി സഭയുടെ രീതികൾ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. മതപരിവർത്തനം വ്യാപകമാകുകയാണ് ഛത്തീസ്ഗഡിൽ എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഈ നീക്കം അത് കേരളത്തിലെ എമ്പാടും അലയടിക്കുകയാണ്. കേരളത്തിൽ നിന്നുള്ള നിരവധി എം പിമാർ, ഡീൻ കുര്യാക്കോസ് ആയിരുന്നാലും, ഹൈബി ഈഡനായിരുന്നാലും, ബെന്നി ബെഹനാനായിരുന്നാലും, ഇവരൊക്കെ ശക്തമായി പാർലമെൻറ്റിൽ ക്രിസ്ത്യൻ വിരോധം കാണിക്കുന്ന രീതി ബി ജെ പി ഇപ്പോൾ തുടരുകയാണ്. ബി ജെ പി നേതൃത്വം അവരുടെ യഥാർത്ഥ മനസ്സിലിരിപ്പ് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് എന്നുള്ളത് കൃത്യമായി സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കിട്ടിയിരിക്കുന്ന ഒരു അവസരമായി തന്നെയാണ് ഇതിനെ കണക്കാക്കേണ്ടത്. കേരളത്തിൽ ക്രിസ്മസ് കേക്കും അതുപോലെ തന്നെ ക്രിസ്മസിൻ്റെ സമ്മാനങ്ങളുമായി ബി ജെ പി നേതാക്കൾ വരാൻ തയ്യാറായി നിൽക്കുമ്പോൾ അവരോട് പറയേണ്ട മറുപടി എന്താണ് എന്നതുകൂടി മുതിർന്ന നേതാവായ കെ മുരളീധരൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. കേരളത്തിൽ ഇത് കൃത്യമായി ഒരു മാറ്റമുണ്ടാക്കും. ക്രിസ്ത്യൻ സഭകളുടെ എല്ലാ രീതിയിലുള്ള വിവേകവും ഉപയോഗിച്ചുകൊണ്ട് യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി സംഘപരിവാറിനെ അകറ്റി നിർത്തുക. അവർക്ക് എന്താണ് ലക്ഷ്യമെന്നുള്ളത് വ്യക്തമാണ്. ചാതുർവർണ്ണയമാണ് അവരുടെ ലക്ഷ്യം. അവർക്ക് ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമെന്നോ ഇല്ല. അവർക്ക് മനുഷ്യൻ എന്ന പരിഗണന പോലുമില്ല. അവർക്ക് ബ്രാഹ്മണ മേധാവിത്വവും സവർണ മേധാവിത്വവും തിരിച്ച് കൊണ്ടുവരണം. നിരവധിയായ നവോത്ഥാന നേതാക്കൾ ശക്തമായി കേരളത്തിൽ അവരുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചതിൻ്റെ ഭാഗമായാണ് ഇന്ന് സാധാരണക്കാർ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം. ഒരുപക്ഷെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുമ്പോഴും ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യത്തിൽ നിന്നും, അതായത് പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്ന ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ടവർ കൂടി ബി ജെ പി അംഗത്വം നേടി അവിടേക്ക് പോകുമ്പോൾ അവർ മനസ്സിലാക്കേണ്ടത് അവരുടെ സമൂഹം എത്രത്തോളം അപരിഷ്കൃതമാകാൻ ബി ജെ പിയിലെ നേതാക്കൾ ആഗ്രഹിക്കുന്നു എന്നത് തിരിച്ചറിയണം എന്നതുകൂടി കെ മുരളീധരൻ വ്യക്തമാക്കി.